أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي نفسي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളാൽ കഴിയുന്ന വിധം സൂക്ഷിച്ച് പാലിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായിട്ട് ഖുർആൻ ഓതുക എന്നത് റമളാൻ മാസത്തിലെ നമ്മുടെ ഒരു പതിവായിരുന്നു. ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും. ആ ഒരു ബന്ധം പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ എത്ര കണ്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാവേണ്ട അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അത് കേവലമായ പാരായണത്തിൽ മാത്രം ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ കേവലമായ പാരായണത്തിന് പ്രതിഫലമുണ്ടോ? പ്രതിഫലമുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഇറങ്ങാൻ കഴിയണം. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഓരോ ആയത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇത് അള്ളാഹു എന്നോട് സംസാരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കുകയാണ്, ഹേ സത്യവിശ്വാസി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് സംസാരിക്കുന്ന ഈ സംസാരം എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ അവർ ഖുർആൻ ഓതുന്ന സമയത്ത് കരഞ്ഞിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ഓതുമ്പോൾ, നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോൾ വല്ലാതെ കരഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് കരഞ്ഞത്? അവർ കരയാനുള്ള കാരണം അതിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ആയത്ത് ഓതുന്ന സമയത്തും ഈ ആയത്തും ഞാനും എവിടെ നിൽക്കുന്നു? ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടവനാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ആയത്ത് ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതു എന്നാണ്. മുഴുവനായിട്ടും ഖുർആൻ
ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല. എന്നാൽ പോലും നമുക്ക് ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതില്ലേ? സഹാബാക്കൾക്ക് അറിയാനുള്ള കാരണം അവര് അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമുക്കും അതൊക്കെ വരും, മനസ്സിൽ ചിലപ്പോൾ നമുക്കും അങ്ങനെ സങ്കടങ്ങളൊക്കെ വരും. അത് വരണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം, ഖുർആന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ആ ഖുർആൻ ഹൃദയത്തിൽ അങ്ങോട്ട് സ്ഥാനം പിടിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കണ്ണിലും കണ്ണുനീർ വരും. ഇപ്പോൾ നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ആ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരകം കൺമുന്നിൽ കാണുകയാണ് സത്യവിശ്വാസികളായ നമ്മൾ. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കുന്നത് മനുഷ്യരാണ്, കല്ലുകളാണ്. അതിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഇന്ധനമാവേണ്ട ആളാണോ ഞാന് എന്നൊരു ചിന്ത അവിടെ വരും. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആ നരകത്തിന് കാവൽക്കാരുണ്ട്, കഠിന സ്വഭാവമുള്ള കാവൽക്കാരാണ്. ഒരിക്കലും ചിരിക്കാത്തവരാണ് മലക്കുകൾ, ഈ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. ആ മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകണ്ട്. മോനെ, ആ നരകത്തിൽ നീ സൂക്ഷിക്കണം, നിന്റെ കുടുംബത്തെയും ആ നരകത്തിൽ സൂക്ഷിക്കണമെന്ന ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നരകം നേർക്കുനേരെ കാണുമെന്നൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വരും, അല്ലെങ്കിൽ ഒരു 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 വേദന, ഒരു വിഷമം. കുറച്ചുകൂടി നരകത്തേക്ക് പോകണമല്ലോ, ആ നരകത്തേക്ക് പോകണമല്ലോ എന്നല്ല, ആ നരകത്തിലേക്ക് എങ്ങാനും പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊരു ചിന്ത അവിടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ആ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. നമ്മളിൽ എത്ര ആളുകൾ, ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരില്ല, നമ്മളിൽ എത്ര ആളുകളാണ് ആ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി, വിശദീകരണം പഠിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവെച്ചത്? ഒന്ന് ചിന്തിക്കുക, ഒരു ആത്മപരിശോധന. റസൂൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമനാരാണ്? ഖുർആൻ പഠിക്കുന്നവനാണ്, പഠിപ്പിക്കുന്നവനാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലൊരാളാണ്. ഒന്നുകിൽ പഠിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനായിരിക്കും. നമുക്കെന്താ തടസ്സം? ദുനിയാവിലെ ചില പ്രശ്നങ്ങളാണ്. കുട്ടികൾക്ക് എന്താ തടസ്സം? പരീക്ഷയാണ്, സ്കൂളാണ്, കോളേജാണ്. അതൊക്കെ ഇവിടെ തീരും, എല്ലാം ഇവിടെ അവസാനിക്കും. ഈ ദുനിയാവിൽ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ട ജ്ഞാനവും അറിവും നമ്മൾ സമ്പാദിക്കുന്നു, അതിനൊരുപാട് സമയം ചെലവഴിക്കുന്നു. എന്നാൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകം എന്ന് പറഞ്ഞാൽ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. ആ അവസാനിക്കാത്ത ലോകത്തേക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടണം, എന്തൊക്കെയാണ് കർമ്മങ്ങളുള്ളത്, എന്തൊക്കെ മാറ്റിവെക്കണം, അത് കൃത്യമായി പഠിപ്പിക്കുന്ന ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് ചിന്തിച്ചിട്ട്, ഇല്ല ഞാൻ അങ്ങനെ അങ്ങോട്ട് ഖുർആനായിട്ടൊന്നും പഠിക്കാനൊന്നും സമയം കണ്ടെത്തില്ലെങ്കിൽ ഇന്നു മുതൽ ആരംഭിക്കണം സുഹൃത്തുക്കളെ, ഇന്നു മുതൽ തുടങ്ങണം. അല്ലെങ്കിൽ കാരണം നമുക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സംശയമില്ല കൂട്ടരെ, ഹുദൻ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്. എല്ലാ കാര്യങ്ങളും ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവർ നമ്മൾ. അതാ ഖുർആൻ പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. ഭീകരവാദത്തിന്റെ പാതയിലേക്കോ തീവ്രവാദത്തിന്റെ പാതയിലേക്കോ ഒന്നുമല്ല. ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടെങ്കിൽ അവനെ ഈ ലോകം മുഴുവനും ആദരിക്കും, ബഹുമാനിക്കും. അത്ര കണ്ട് ഫലവത്തായ സ്പഷ്ടമായ നിയമങ്ങളാണ് ഖുർആനിലുള്ളത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ചൊവ്വായ പാതയിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമല്ല, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്
സന്തോഷവാർത്ത അറിയിക്കുന്നു. അന്നലഹും അജ്റൻ കബീറ, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്തയും അറിയിക്കുന്നു. ആ ഗ്രന്ഥം നമ്മളെ കയ്യിലുള്ളത്. നമ്മളൊക്കെ വീടിൻ്റെ അലമാരയിലും ഒക്കെ ഉള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് ഫലവത്തായ, നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥം. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. പ്രവാചകരെ, നിങ്ങളൊക്കെ ഇറക്കിയ ഗ്രന്ഥം ഉണ്ടല്ലോ, അതെന്താണെന്നറിയോ? ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാകുന്നു ആ ഗ്രന്ഥാണത്. അതാ നമ്മളെ കയ്യിലുള്ളത്. നമ്മളൊന്ന് മറിച്ചു നോക്കണ്ടേ? ഞാനത് മറിച്ച് നോക്കാത്തവരാണെന്ന അർത്ഥത്തിലല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങണം. അതിലെന്തുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഖുർആന് തൗറാത്ത് നൽകപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത്, തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അത് കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടത് ഏൽപ്പിക്കപ്പെട്ട് ചുമതലപ്പെടുത്തിയ ആളുകൾ. സുമ്മ ലം യഹ്മിലൂഹാ, അവർ പിന്നീട് അത് കൃത്യമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ, അത് എന്തിനാണോ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അവരിറങ്ങിയിട്ടില്ല. അത്തരം ആളുകളെ പറ്റി ഹിമാരി, അവർ കഴുതകളെ പോലെയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാര, ഗ്രന്ഥം ചുമക്കുന്ന കഴുത പോലെയാകുന്നു. കാരണം ഒരു കഴുതന്റെ പുറത്ത് ഗ്രന്ഥം, ഇങ്ങനെ ഒരുപാട് നല്ല ബൃഹത്തായ തത്വസംഹിതകളുള്ള ഗ്രന്ഥം ആ കഴുതന്റെ പുറത്ത് വെച്ച് കിട്ടിയാൽ കഴുത അത് കൊണ്ടുപോകും. കഴുതക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത്. ഇത് നമ്മളും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരാൾ നമ്മോട് വന്നിട്ട് ചോദിക്കുക, നിന്റെ ഖുർആനിൽ എന്താണ് ഈ വിഷയത്തിൽ ഇക്കാര്യം പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കവിടെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. ഞാനൊന്ന് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് നോക്കിയിട്ട് ഒന്ന് പരതാനെങ്കിലും. ഖുർആനിൽ ഇന്ന ആയത്തുകളൊക്കെ ഉണ്ട്, ഇന്ന സൂറത്തുകളൊക്കെ ഉണ്ട്. ആ ഓരോ സൂറത്തിലും പറയുന്ന വിഷയം ഇന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് ഏകദേശം പറയാൻ, മുഴുവനായിട്ട് ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രാഹ്യതും ബുദ്ധിശക്തിയൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ കൂടിയിട്ട് ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഖുർആൻ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി കൃത്യമായി നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഗണത്തിലേക്ക് നമ്മൾ പെടുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് തന്നിട്ട് ആ ആയുസ്സിലുടനീളം നമ്മൾ വെറുതെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചോന്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, നമ്മൾ ഖബറിലെ ചോദ്യം ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ആ ഖബറിലുള്ള ചോദ്യം, ഒരു ചോദ്യം, നിങ്ങളുടെ ഇമാമ ആരാണെന്ന്. മാ ഇമാമുക്കാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇമാമ ഖുർആനാണ് എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതില്ലേ? ആ ഖുർആൻ എൻ്റെ സ്വഭാവത്തിൽ ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ മറ്റുള്ള എല്ലാ രംഗങ്ങളിലും കൃത്യമായി ഖുർആന്റെ നിർദ്ദേശപ്രകാരമാണ് പരമാവധി ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ നാളെ മലക്കിൻ്റെ ചോദ്യത്തിന് ഖുർആൻ ഇമാമി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കഴിയൂല. കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഓരോ രംഗത്ത് പരിശോധിക്കാൻ. ഇപ്പൊ വിശ്വാസ രംഗത്ത് എന്താ ഖുർആൻ പറയുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹുവിനെ മാത്രമാരെ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ ഉത്തരം നൽകാം നിങ്ങൾക്ക്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹു ഈ ഭവനങ്ങളൊക്കെ, പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, അവിടെ അല്ലാഹനെ മാത്രം വിളിക്കാനും പാടുള്ളൂ. ഇങ്ങനെ റബ്ബിനെ മാത്രം വിളിക്കണം. നിങ്ങൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബല്ലാത്ത ഒരു ശക്തിക്കും ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു ഗ്രന്ഥം, അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ മാത്രം വിളിക്കുന്നൊരു മനുഷ്യനാണ് നാളെ പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് കഴിയൂല. അല്ലാത്തൊരു ഖുർആനല്ല പിൻപറ്റുന്നത്. ഖുർആന് പിൻപറ്റുന്നതിന് പകരമായിക്കൊണ്ട് ഏതെങ്കിലും ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ ഖുത്ബയിലൂടെ പറയുന്ന കാര്യങ്ങൾ, ആ ഖുത്ബയിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതുള്ളൂ. അതിൻ്റെ അർത്ഥം എന്നെ അംഗീകരിക്കുക എന്നല്ല, നിങ്ങൾ ഖുർആനെ അംഗീകരിക്കുന്നത്. എന്നാൽ ചില സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ആളുകൾ അവരിങ്ങനെ ഖുർആനിനെയും ഹദീസിനെയും വളച്ചു കെട്ടിയിട്ട്
അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളോട് പലതും പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുകുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നാളെ മലക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അവിടെ ഇമാമാരാഴ്ച ഇമാമാര എന്ന പണ്ഡിതനെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൽ നിന്നാണ് ഇൽമു പഠിച്ചിട്ടുള്ളത്. ആ പണ്ഡിതന്മാരുടെ അവസ്ഥകളോ എന്നൊക്കെ നമ്മൾ പറയേണ്ടതില്ല, ചിന്തിക്കേണ്ടത് നമ്മൾ അവരെ സംബന്ധിച്ചു. ഈ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ പറയും, അഫലാ യതദബ്ബറൂൻ അൽ ഖുർആൻ. നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കണം. ആരെന്ത് പറയുമ്പോഴും അത് ഖുർആൻ പറയുന്നതനുസരിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യവും ഖുർആനും എത്രമാത്രം ബന്ധമുണ്ട് എന്ന് ആലോചിക്കണം. ഖുർആൻ പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർ ചിന്തിക്കുന്നില്ല. പലവും അയ്യുനിൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹ, കാണുന്നില്ല. പലവും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹ, അവർ അതൊന്നും കേൾക്കുന്നില്ല. ഇത്തരം ആളുകളെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാവുന്നു. ആ മൃഗങ്ങള് അതിൻ്റെ ഉടമസ്ഥൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതനുസരിച്ച് ആ മൃഗങ്ങൾ അങ്ങനെ പോകും. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരാൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിറകെ പോകുന്ന തഖ്ലീദിൻ്റെ അനുയായികളല്ല. അങ്ങനെ അനുയായികളായിട്ട് കാര്യമില്ല. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്നാളെ പിൻപറ്റി, അതുകൊണ്ടാണ് ഞാൻ പഠിച്ചു പോയത് എന്നവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നെ ജീവിതത്തിൽ നിങ്ങൾ ഖുർആനെ ഇമാമാക്കണം, നിങ്ങൾ ഖുർആനെ പഠിക്കണം. അതല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ അന്ധമായിട്ട് അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഖുർആൻ അനുസരിച്ചുകൊണ്ട് ആര് പറയുന്നുവെങ്കിലും അത് നമുക്ക് സ്വീകരിക്കാം. അതിലൂടെ ആ ഖുർആനെ നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നത്. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഖുർആനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് അവിടെ പറയാൻ കഴിയും, എൻ്റെ ഖുർആൻ, എൻ്റെ ഇമാം ഖുർആനാണെന്ന്. അല്ലാത്തവർക്ക് പറയാൻ കഴിയില്ല. ഇനി കർമ്മരംഗത്ത് പരിശോധിച്ചു നോക്കുന്നത്, കർമ്മരംഗത്ത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമസ്കാരത്തിൻ്റെ വിഷയം, നോമ്പിൻ്റെ വിഷയം, സക്കാത്തിൻ്റെ വിഷയം. അപ്പോൾ നമസ്കാരം നോമ്പൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. സക്കാത്തിൻ്റെ കാര്യത്തിൽ, സക്കാത്തിൻ്റെ വിഷയത്തിൽ ഖുർആൻ്റെ സമീപനം എന്താണ്? ആ ഖുർആൻ പറഞ്ഞ പ്രകാരമാണോ നമ്മൾ ഈ കൊല്ലം സക്കാത്ത് കൃത്യമായി കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക്. അതേപോലെ തന്നെ നമ്മുടെ ഇടപാട് രംഗത്ത്, സാമ്പത്തിക രംഗത്ത് കൃത്യമായ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ അക്കൗണ്ടിൽ ഒരിക്കലും മറ്റുള്ളവന്റെ തൃപ്തിയില്ലാത്ത ഒരൊറ്റ പൈസയും, നയാ പൈസ പോലും വന്നിട്ടില്ല. എൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിൽ ആരുടെയും തൃപ്തിയില്ലാത്ത ഒന്നും എൻ്റെ പക്കലില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായ നിലക്ക് നിങ്ങൾ പരസ്പരം തിന്നാൻ പാടില്ല. ഇത് ഖുർആൻ പറഞ്ഞ, ആ ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു നയാ പൈസ പോലും എനിക്ക് സമ്പാദിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പോക്കറ്റിലില്ല, എൻ്റെ കച്ചവടത്തിലില്ല, എൻ്റെ ഒരേ ഇടപാടിലുമില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ പറ്റും. ഇടപാട് രംഗത്ത്, കടമിടപാട് രംഗത്തൊക്കെ ഇല്ലേ, കടമിടപാട് എന്ന് പറഞ്ഞാൽ തന്നെ സൂറത്തുൽ ബഖറയിൽ 283 ഏറ്റവും വലിയ ആയത്ത് ചെയ്യുന്നതിൻ്റെ പേര്. ഈ കടമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. കടം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം, പക്ഷെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കണം. ഭയങ്കരമായ ഗുരുതരമായ ഒരു തെറ്റിലേക്ക് പോകുന്ന കാര്യമാണ് കടമിടപാട് എന്ന് പറഞ്ഞാൽ. ഷഹീദിന് പോലും പുറത്തു കൊടുക്കും, പക്ഷേ കടമുണ്ടെങ്കിൽ അവൻ പോലും, അദ്ദേഹത്തിന് പോലും പുറത്തു കൊടുക്കൂല എന്നാണ് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത്. ചില ആളുകളുടെ അവസ്ഥ എന്താണ്? കടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ തരാന്ന് പഠിച്ചിട്ട് ഈ പൊട്ടലുണ്ടാവില്ല, അങ്ങനെ നീണ്ടുപോകും. പിന്നെ അവസാനം ചോദിക്കാൻ നിന്നാലോ പിന്നെ അവനോട് ദേഷ്യം, പിന്നോടും നിന്നില്ല. അപ്പം ഈ കൊടുത്ത ആളെന്ത് ചെയ്യും? ഇപ്പം എന്തിനാ അതിൻ്റെ പേരിൽ ഞാൻ പവനമായിട്ട് തെറ്റിക്കണത്, അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക ചെയ്യുക. പടച്ചോൻ പിടിക്കൂലേ, അള്ള പൊറുക്കുക. അവിടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വന്നാലായി. അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഖുർആൻ സ്വീകരിച്ച നിലപാട് എന്ത്, ആ നിലപാടനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോയാൽ അവിടെ പറയാൻ പറ്റും. കാരണം എന്താ, ഞാൻ അതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ കടങ്ങളും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എൻ്റെ മക്കൾക്ക് നോക്കിയാൽ, എൻ്റെ ഭാര്യയ്ക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ആർക്കൊക്കെ കൊടുക്കാണ്ട് ആർക്കും കിട്ടാണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ആ കുടുംബജീവിതത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? മാതാപിതാക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്,
അയൽവാസികളോട്, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഏത് രൂപത്തിലായിരിക്കും പെരുമാറണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം അനുസരിച്ച് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മറുപടി പറയാൻ പറ്റും, എന്ത് ഞാൻ അതനുസരിച്ചാണ് ജീവിച്ചത് എന്നുള്ളത് കൊണ്ട് ഇമാം ഖുർആൻ എന്ന് പറയാൻ പറ്റും. അതല്ലാത്ത എത്ര ആളുടെ ഉമ്മാനും പാപ്പാനും ദ്രോഹിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്. ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ച വരും, പള്ളിക്കൽക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഉമ്മാനോടും പാപ്പാനോടും മിണ്ടിയിട്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഏട്ടല്ല, അനിയല്ല, അവനില്ല, പങ്ങളില്ല, അവരില്ല, എല്ലാവരും നോക്കിക്കോളും, ഞാനിപ്പോൾ മാത്രമെന്ന് അല്ലെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അവരെവിടെ ഖുർആൻ എന്താണ് ചെയ്യുന്നത്? ഉമ്മയും ബാപ്പി എന്തെന്നെ പറഞ്ഞാൽ ഒരൊറ്റ ആയത്തിന്റെ കഷ്ണം മതി. നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മോട് എങ്ങനെ പറഞ്ഞാലും, ഏതു നിലക്ക് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും അവിടെ നിൽക്കണം, അവിടെ നിർത്തണം. നമ്മളെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ ഒരിക്കലും ഉമ്മയോട് എതിർത്ത് പറയാൻ പാടില്ല. ഉമ്മമാരും ചിന്തിക്കേണ്ടതിൻ്റെ വേറെ കാര്യം, മക്കളോട് പറയുമ്പോഴും മക്കളുടെ ദേഷ്യം പിടിച്ചു പറ്റുന്ന രൂപത്തിൽ, മക്കളുടെ സ്നേഹം ഒരു നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വർത്തമാനം പറയുന്നിടത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മരുമക്കളെ വേദനിപ്പിക്കുന്ന, മരുമക്കളുടെ കണ്ണീരൊലിപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന മാതാപിതാക്കളും അതും ശ്രദ്ധിക്കണം. കാരണം പടച്ചോൻ ആരും ശ്രദ്ധിച്ചു ചോദിക്കും, അവിടെ പരലോകത്ത് എന്നാൽ അതും ചോദിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഖുർആന്റെ നിലപാട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവിടെ ഖുർആൻ ഇമാമി എന്ന് വിശ്വാസികൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഖുർആന് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കുക, സമയം കണ്ടെത്തുക. ഇബ്ലീസ് പിന്തിരിപ്പിക്കും, എനിക്ക് കച്ചവടമുണ്ട്, എൻ്റെ വിദ്യാഭ്യാസം അങ്ങനെയാണ്, എനിക്ക് ഒരുപാട് വേറെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിനിപ്പോ തയ്യാറായി കഴിഞ്ഞാൽ പറ്റൂല എന്നിങ്ങനെ ഇബ്ലീസ് പിന്തിരിപ്പിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, എനിക്ക് ഖബറിലെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയണം, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് ശുപാർശ കിട്ടണം. കാരണം ഖുർആന് മാത്രമാണ് ശുപാർശ പറയാനുണ്ടാവുക. ഉമ്മയും ബാപ്പയും ഉണ്ടാവില്ല, ഉമ്മയും ബാപ്പയും ഇല്ല, നമ്മുടെ ചങ്കകളില്ല, നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോലും കഴിയില്ല. സംസാരിക്കാൻ പഠിച്ച അനുവാദം പോലും നൽകൂല. എന്നിട്ടല്ലേ ആരുണ്ടാവാത്ത ആ ഒരു ലോകത്ത് നമ്മുടെ കൂടെ എന്തുണ്ടാവും? ഖുർആനുണ്ട്. ആ ഖുർആന് പറയും, ഇന്ന രൂപത്തിലൊക്കെ പാരായണം ചെയ്തു, അവൻ എന്നെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് കിരീടമണിയിക്കുക. ഒരുപാട് അധികം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഖുർആന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഖുർആനോട് ചേർന്ന്, ആ ഖുർആനെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിലെ മുത്തും പവിഴവും വാരി വലിച്ച് അതനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാരാവാരം പോലെ വിശാലമായി കിടക്കുന്ന അറിവിൻ്റെ സാഗരമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അയലോകത്ത് പോലും തൊടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ അറിവിനെ കുറിച്ച്. അള്ളാഹുവിന്റെ കലാമാണല്ലോ ഖുർആൻ. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിത്ലിഹി മദദാ. പ്രവാചകരെ പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, എൻ്റെ റബ്ബിന്റെ കലിമത്തുകൾ, വചനങ്ങൾ എഴുതാൻ വേണ്ടി കടലിലെ എല്ലാ വെള്ളവും മഷിയായി ഉപയോഗിക്കുകയാണെങ്കിലും ആ അള്ളാഹുവിന്റെ കലിമത്ത് എഴുതി തീരും മുമ്പ് തന്നെ കടലിൽ വെള്ളം വറ്റിപ്പോകും. ഇനി വേണ്ട, അതിനപ്പുറം അതുപോലത്തെ കടൽ കൊണ്ടുവന്നാലും അതിന് മുമ്പ് കടലിൽ വെള്ളം വറ്റുന്ന സൂറത്തുൽ ഫുർഖാനിലെ 27 ലുഖ്മാനിലെ 27 ആയത്തിൽ എന്താ പറയുന്നുണ്ട്? ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും പേനയായാലും, അതുപോലെ തന്നെ സമുദ്രവും, അതുപോലെ 7 സമുദ്രവും അതിൽ മഷി, ആ വെള്ളം മഷിയായാലും അത് ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ആ സമുദ്രങ്ങളൊക്കെയും പറ്റിപ്പോകുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വിശാലമായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ അറിവ്, ആ അള്ളാഹുവിൻ്റെ അറിവ് അതിൻ്റെ ഒരു ഭാഗമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ. അതിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടനവധി ആയത്തുകൾ ഈ ഖുർആനിലുണ്ട്. ഖുർആനിലെ ഓരോ പദങ്ങളും അത്ഭുതകരമാണ്, ഖുർആനിലെ ഓരോ ആയത്തുകളും അത്ഭുതകരമാണ്. ആ ഖുർആനെ പുറത്ത് ഖുർആൻ കൊണ്ടുവരാൻ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വെല്ലുവിളി നടത്തിയെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഒരൊറ്റ മനുഷ്യന്മാർക്ക് സാധിച്ചിട്ടില്ല. അത്രയും ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമ സംഹിതകൾ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് ഈ ദുനിയാവിൽ തന്നെ കുടുസായി ജീവിതമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശറതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. സൂറത്ത് ത്വാഹയില പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് മഈശത്തൻ ദൻക, കുടുസായ ജീവിതം ഇവിടെ ദുനിയാവിലുണ്ട്. ഇതെന്താണ്? നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ ഖുർആനിലേക്ക് നമ്മൾ മടക്കിയാൽ അതോടുകൂടി സമാധാനം അവിടെ ലഭിക്കുകയാണ്. ഇപ്പം പ്രയാസങ്ങളും പരിവട്ടങ്ങളുമായി കഴിയുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താപ്പം ചെയ്യാന്ന് വേവലാതിപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ഇതിന് പരിഹാരം എന്താണ്? അതിൻ്റെ പരിഹാരം ആ വേവലാതിയും ആ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. നിങ്ങളെ പരീക്ഷിക്കും ഞാൻ, ഭയം കൊണ്ട്, സ്വത്തിലെ കുറവ് കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, മരണം കൊണ്ടൊക്കെ നിങ്ങളെ പരിശോധിക്കും ഞാൻ. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. ഈ ഒരൊറ്റ ആയത്ത് ഇങ്ങോട്ട് മനസ്സിലേക്ക് വന്നാൽ പിന്നെ അവിടെ സമാധാനമായി. എന്താ? ഇത് റബ്ബിൻ്റെ പരീക്ഷണം. ആരാ റബ്ബ്? എന്നെ പടച്ച റബ്ബ് അല്ലേ? എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന റബ്ബ്. അതിൽ ഒറ്റ അനുഗ്രഹത്തിന് മാത്രമേ കോട്ടം വന്നിട്ടുള്ളൂ. അതല്ലേ പടച്ചോനെ പരീക്ഷിച്ചിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് പടച്ചോനെ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് മനസ്സിന് സമാധാനമാണ്. ഇതൊരൊറ്റ എക്സാമ്പിൾ മാത്രം. ഇങ്ങനെ നമ്മൾ ഇതിനൊക്കെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾക്കോ എന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും. ഞാൻ എല്ലാ ദിവസവും നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, എന്നിട്ടും ഇന്ന പടച്ചോന്ത് അങ്ങനെ കാട്ടുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അവിടെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ ലോകത്ത് തന്നെ കുടുസായ ജീവിതമുണ്ട്. ഇനി പരലോകത്തോ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവർ അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ ചോദിക്കുക, പടച്ചോനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ അന്ധന്മാരെ ഒരുമിച്ച് കൂടിയത്? വഖദ് കുന്തു ബസീറ, ഞങ്ങൾ കണ്ണ് കാണുന്ന ആളുകളായിരുന്നു. അപ്പൊ അള്ളാന്റെ മറുപടി കാലകദാലിക അത്തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നിനക്ക് എൻ്റെ ആയത്ത് വന്നപ്പോൾ നീ അത് മറന്നു കളഞ്ഞു, അത് പഠിക്കാൻ നേരം കിട്ടിയില്ല, അതനുസരിച്ചുകൊണ്ട് ജീവിച്ചില്ല. അതുകൊണ്ട് ഫനസീതഹാ, ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു എന്നാണ്. പടച്ചോന്റെ ആയത്തിനെ നമ്മൾ അവഗണിച്ച് തള്ളി മാറ്റി ജീവിച്ചാൽ ദുനിയാവിൽ കുറച്ചാലെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പരലോകത്ത് പടച്ചോൻ പഠിക്കും. അതുകൊണ്ട് റബ്ബിൻ്റെ ആയത്തുകൾ കൃത്യമായി ഉൾക്കൊള്ളുക, അത് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ കുടുംബസമേതം പഠിക്കുക അല്ലേ? കുടുംബസമേതം എവിടെയാണോ ക്ലാസ് ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ പഠിക്കുക. അതിന് ഓൺലൈൻ സംവിധാനം ഉണ്ടോ അതിൽ ഉൾപ്പെടുത്തി നമ്മളെ മക്കളെയും അത് പഠിപ്പിക്കുക. നമ്മുടെ മക്കളൊക്കെ കേടുവരാനുള്ള കാരണം എന്താ അറിയോ? നമ്മുടെ മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഖുർആനില്ല. ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾ പഴച്ചു പോകില്ല. ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾ നമ്മളെ സംരക്ഷിക്കും. ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഏത് മേഖല ഉയർന്നു കഴിഞ്ഞാലും അവിടങ്ങളിൽ അവനെ സംസ്കാര സമ്പന്നനാക്കാൻ ആ ഖുർആൻ്റെ ആയത്തും വരും. ഒരു ഡോക്ടറാണ്, ഖുർആൻ പഠിച്ച ഡോക്ടറാണെങ്കിൽ മുന്നിലേക്ക് രോഗി വരുമ്പോൾ ആ രോഗിയോട് സമാധാനത്തിൽ വർത്താനം പറയും അല്ലേ? ചില ഡോക്ടർമാരത്ത് ചെല്ലുമ്പോൾ വല്യമ്മമാർ പറയുന്നുണ്ട്, ആ ഡോക്ടറെ കണ്ടാൽ മതി രോഗന്മാർ. എന്താ കാരണം അറിയോ? ആളെ ഹൃദയത്തിൽ ഖുർആനുണ്ട്. ബാങ്കൾ കൊടുത്താൽ അവിടെ നിന്നിട്ടുണ്ട് പോവുകയാണ്, പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരോട് വരുന്നത്. ആ ഒരു മനുഷ്യൻ തൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികളോട് സമാധാനത്തിൽ മറുപടി പറയുന്നു, വല്ലാണ്ട് കീറി മുറിക്കാതെ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നു അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? മനസ്സിലെ ഖുർആനാണ്. ആ ഖുർആൻ സംസാരിക്കുകയാണ്. നാളെ പരലോകമെന്ന ലോകമുണ്ട്, അവിടേക്ക് രക്ഷ വേണോ? ഈ ദുനിയാവിൽ അധ്വാനിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. തൻ്റെ ജോലിയിലും കൃത്യമായ സൽക്കർമ്മത്തിൻ്റെ പാതയിലൂടെ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതും നന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് ഖുർആനൊക്കെ പഠിപ്പിക്കുക. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് 2-3 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും വേറെ ഭൗതിക മേഖലയിലേക്ക് അയക്കുന്ന പോലെ തന്നെ ഒരു കുട്ടിയൊക്കെ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കും.
ഓന് ഖുർആൻ പഠിക്കട്ടെ. നമ്മൾ വെറും സാമ്പത്തികമായ ലാഭം മാത്രം ആഗ്രഹിച്ച കാര്യമില്ല. കാരണം റസൂല് പറഞ്ഞു തരും, ലൈസൽ ഗിനാ അൻ കസ്റത്തുൽ അർള് വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിന്റെ വർധനവല്ല, മനസ്സിന് സമാധാനമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അറബി കോളേജിൽ പഠിച്ച് ഒരു ഖത്തീബായി ഒരു പ്രാസംഗികനായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വിളക്കണവൻ. അവൻ അല്പം സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ആളുകളാണ്. ഇനി ഒരുപാട് സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല. മറിച്ച് സമാധാനം കിട്ടണമെങ്കിൽ അത് പടച്ചവനുള്ള അടുപ്പവും സ്നേഹവും ആ വിഷയത്തിലുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നമ്മൾ ഖുർആന്റെ പഠിതാക്കളായിട്ട് മാറുക. എല്ലാ ദിവസവും ഖുർആൻ എടുത്ത് ഓതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവുക. ആ നിലയ്ക്ക് ജീവിതം നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സ്വാലിഹായ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന റഹ്മാനെ, പടച്ചവനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു മാഫാക്കുന്ന റബ്ബേ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷകനാഥ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക്, ഇണകൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, നാളെ ഖുർആന്റെ ശഫാഅത്തിന് അർഹരായ ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. അള്ളാഹുവേ, ഈ ലോകത്ത് ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد.